മാസപ്പടി എന്ന കേസ്, മാത്യു കുഴൽനാടന്റെ കേസ് എടുത്ത് കോടതി അറിയാമോ? നരേന്ദ്രമോദിക്ക് നിർത്ത് താങ്കൾ പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്ക് കപ്പം കൊടുത്തതിന്റെ തെളിവുണ്ടെങ്കിൽ ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. സുരേഷ് കുമാറിന്റെ വിശ്വാസം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും ഇവർ പറഞ്ഞു ഞങ്ങൾ തിരുത്തി മുന്നേറും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും തിരുത്തി മുന്നേറും എന്ന് പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴും തിരുത്തി മുന്നേറും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു കാര്യം ഇപ്പോഴും പറയാം, CPM പോലെ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ അസ്തമിച്ചു പോകാൻ പാടില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. ഈ മാതിരി തെമ്മാടിത്തരവും തിണ്ണമെടുക്കും കാണിച്ചിട്ടല്ല ഇവർ നിലനിൽക്കേണ്ടത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. കുറെ കൂടി ജനാധിപത്യ ബോധത്തോടുകൂടി, കുറെ കൂടി പൗരബോധത്തിനും പൗരാവകാശങ്ങൾക്കും വില കൊടുത്തുകൊണ്ട്, മനുഷ്യാന്തസ്സിന് വില കൊടുത്തുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം, പക്ഷെ ഇവർക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇവര് തിരുത്തി മുന്നേറും എന്നൊക്കെ ഒരറ്റത്തോടെ പറയും. ഞാൻ ഇടയ്ക്ക് ഇടപെടുന്നതല്ല. തെമ്മാടിത്തരം എന്ന വാക്കിനെ നിഷ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടേ? നിഷ തെമ്മാടിത്തരം എന്ന വാക്കിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു പോകുന്നില്ല എന്തെങ്കിലും തെമ്മാടിത്തരം എന്ന് ജിൻഡോ പറഞ്ഞ വാക്കിനെ നിഷ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇത് അല്ലല്ല, അത് നിങ്ങളുടെ ഫ്ലോറിൽ, മനോരമയുടെ ഫ്ലോറിൽ നിങ്ങൾ അംഗീകരിക്കുന്ന ഔദ്യോഗിക ഭാഷയാണ്. ഞാൻ പറയാം, മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോയപ്പോൾ കരിങ്കൊടി വീശിയ ചെറുപ്പക്കാരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഇറങ്ങി തല്ലി ചതച്ചത്, അതിന്റെ പേര് തെമ്മാടിത്തരം എന്ന് തന്നെയാണ് ശ്രീ സുരേഷ് കുമാർ. ചിലതൊക്കെ അങ്ങനെ പറയേണ്ടി വരും. തെമ്മാടിത്തരം എന്ന വാക്ക് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഞാനിത് പറഞ്ഞത്. ഇപ്പോ ഈ മനോരമ ന്യൂസിന്റെ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളെയാണ്, മനോരമ ന്യൂസിന്റെ ദൃശ്യങ്ങൾ കാണുന്ന ഈ ദൃശ്യങ്ങളുണ്ടല്ലോ, ഈ കുട്ടികളെ ഗൺമാൻമാരിറങ്ങി അവർക്ക് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് ലാത്തി കൊണ്ട് തല്ലി ചതച്ചത്, സമരം ചെയ്തതിന്, പ്രതിഷേധിച്ചതിന് ആ അസഹിഷ്ണുതയുണ്ടല്ലോ, ഇടതുപക്ഷം എന്ന പേരിന് പോലും ചേരാത്ത ആ അസഹിഷ്ണുത, അതിനെയൊക്കെ തെമ്മാടിത്തരം എന്ന് തന്നെ പറയാൻ കഴിയുള്ളൂ. ശ്രീ സുരേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഇറങ്ങി തലയടിച്ച് പൊട്ടിച്ച AD തോമസ് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഇന്ന് MLA ആണ്. ജനാധിപത്യത്തിന്റെ സിംഹാസനത്തിൽ ആ ചെറുപ്പക്കാരനെ ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് വിടുകയാണ്. മനസ്സിലായില്ലേ? അത് ഈ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കാണിച്ച തെമ്മാടിത്തരത്തിനും തിണ്ണമിടിക്കനും കേരളത്തിലെ പൗരബോധമുള്ള ജനാധിപത്യ ബോധമുള്ള ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിലാണ് സാധാരണക്കാരന് പ്രതികാരം ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും നല്ല അവസരം. അല്ലാതെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ജീപ്പ് അടിച്ചു പൊളിക്കാനും മനുഷ്യരുടെ തലയടിച്ചു പൊട്ടിക്കാനും അതിന് ജീവൻ രക്ഷാപ്രവർത്തനം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ആ മനുഷ്യർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് AD തോമസ് എന്ന KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ചെറുപ്പക്കാരൻ കേരള നിയമസഭയുടെ അകത്ത് ജനാധിപത്യത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത്. നിങ്ങൾ ഇനിയും ഇതുപോലെ ന്യായീകരിച്ചാൽ, നിങ്ങൾ ഒരുപാട് കാലം ഇതുപോലെ ന്യായീകരിച്ചാൽ നിങ്ങൾ ഇല്ലാതാക്കപ്പെടും. അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അഭിപ്രായം പറയണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? എന്റെ കർത്താവ്, 1,05,00,000 ആഡംബര വാഹനമല്ലേ ഇപ്പൊ നിങ്ങൾ ആ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത്? അതിൽ കൊണ്ടുപോകണം ആ തോറ്റ 13 മന്ത്രിമാരെയും, നിങ്ങളുടെ ആ സിറ്റിംഗ് MLA-മാരിൽ തോറ്റുപോയ കുറെ എണ്ണങ്ങളില്ലേ, അവരെ എല്ലാത്തിനെയും പറക്കിക്കൊണ്ട് ഈ തിരുവനന്തപുരത്ത് നിന്ന് ധർമ്മടത്തേക്ക് ഒരു യാത്ര നടത്തണം. പണ്ട് നിങ്ങൾ വടക്കുന്ന് തെക്കോട്ടെടുത്ത യാത്ര പോലെ ഇന്ന് നിങ്ങൾ തെക്കുന്ന് വടക്കോട്ടൊരു യാത്ര നടത്തണം ആ നവകേരള ബസ്സിൽ. അപ്പൊ കേരളത്തിൽ നവകേരള സൃഷ്ടി പൂർത്തിയാകും. ജനങ്ങൾ നിങ്ങളുടെ നവകേരള സൃഷ്ടി പൂർത്തിയാക്കി അതിന്റെ നിങ്ങൾ എഴുതി നിങ്ങൾ തന്നെ ഒപ്പിട്ട് പ്രസിദ്ധീകരിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് നാട്ടിലെ സാധാരണക്കാർ കീറി അറബിക്കടലിൽ എറിഞ്ഞതിന്റെ ആ വിളംബരമാണ് 4-ാം തീയതി കേരളത്തിൽ കേട്ടത്. അപ്പൊ താൻ ആരാണെന്ന് സ്വയം ഒരു ബോധമുണ്ടല്ലോ. നന്നായി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ മുതൽ ഞങ്ങൾ പ്രവർത്തന രംഗത്താണ്. ഈ ഞങ്ങളെ തോൽപ്പിച്ച ജനങ്ങളുടെ തന്നെ നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ അത് ഞങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ഞങ്ങളെ പരാജയപ്പെടുത്തിയ ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തന രംഗത്ത് നിരതനാവാൻ വേണ്ടിയിട്ട് പാർട്ടി ഞങ്ങളോട് ആഹ്വാനം ചെയ്യുമ്പോൾ ഞങ്ങൾ രംഗത്തിറങ്ങുകയാണ്. അതിലൊന്നും നിങ്ങൾക്ക് യാതൊരുവിധ വിഷമവും വേണ്ട. തീർച്ചയായിട്ടും ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സജീവമായി ഞങ്ങളുടെ 35 MLA-മാർ, ഒരു MP, പിന്നെ രാജ്യസഭാ MP-മാർ ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങൾ ജനാധിപത്യ രംഗത്തും പാർലമെന്ററി രംഗത്തുമൊക്കെ കൃത്യമായിട്ടുള്ള ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ രാഷ്ട്രീയ പോരാട്ടം തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തുക തന്നെ ചെയ്യും. ഇതിപ്പം അന്ന് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന
ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ മതി. ഞങ്ങൾ ഈ എല്ലാം തകർന്നു എന്നുള്ള നിലയിൽ ഈ തോൽവിയിൽ ആകെ വിഷമിച്ച് ഞങ്ങൾ വീടുകളിൽ പോയി കുത്തിയിരിക്കുകയല്ല ചെയ്തത്. മറിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതോ പോരാട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല, പോരാട്ടത്തിനൊപ്പം തിരുത്തലും ഉണ്ടാകുമെന്നാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വായിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. അതൊന്ന് വായിച്ചിരുന്നുവെങ്കിൽ വളരെ കൃത്യമായി അതിനകത്ത് എഴുതിയ കാര്യങ്ങൾ ഞാൻ വീണ്ടും പ്രോംപ്റ്റ് ചെയ്യേണ്ട ആവശ്യം എനിക്ക് വരില്ലായിരുന്നു. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ പരാജയം ഉൾക്കൊള്ളുന്നു, ഈ വലിയ പരാജയത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ പ്രസ്താവന വന്നിരുന്നു, തിരുത്തും എന്നുള്ളത്. എനിക്ക് തോന്നുന്നത് നേരത്തെ തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെ തന്നെ വീണ്ടും ഇറക്കുകയാണ്. അപ്പൊ എത്ര തവണ നമ്മൾ ശരിക്കും തിരുത്തുമോ എന്നുള്ളതാണ് ചോദ്യം. നിഷ, അദ്ദേഹം പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തിൽ നിന്ന് അവർ ഇനിയിപ്പോൾ സജീവമായിട്ട് രംഗത്തിറങ്ങാൻ പോവാണ്, നീറുന്ന പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നാട്ടിൽ അക്രമം ഉണ്ടാക്കരുത്, തല്ലിപ്പൊളിക്കരുത്, അലമ്പുണ്ടാക്കരുത്, മനുഷ്യരെ ജീവിക്കാൻ അനുവദിക്കണം. 10 വർഷക്കാലം വലിയ അധ്വാനമൊന്നും ഇല്ലാതെ ജീവിച്ചതിൻ്റെ മരവിപ്പൊക്കെ ഒന്ന് മാറ്റി നാട്ടിലിറങ്ങി അലമ്പുണ്ടാക്കരുത്. എന്ത് സമരം വേണമെങ്കിലും ചെയ്തോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, മനുഷ്യന്മാരെ ആക്രമിക്കാതിരുന്നാൽ മാത്രം മതി. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, CPM-ന്റെ ഒരു തകർച്ചയുടെ പ്രധാനപ്പെട്ട കാരണം പിണറായി വിജയന്റെ മാത്രം കുടുംബ സ്വത്തായിട്ട് ഈ പാർട്ടിയെ അധപതിച്ചു കൊണ്ടുപോയി. ഈ ഇദ്ദേഹം പറഞ്ഞ കാര്യം അനുസരിച്ചിട്ടാണെങ്കിൽ നല്ല സർക്കാർ, ഇന്നലെ M. സ്വരാജ് പറഞ്ഞതും ഇപ്പോ A. വിജയരാഘവൻ പറഞ്ഞത് വർഗീയത രാഗിമിനിക്കുക വിജയമെന്നാണ്. ഞാൻ വിജയരാഘവൻ എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോ മെമ്പറെ കാത്തിരിക്കുകയായിരുന്നു. എന്തേ അദ്ദേഹം വരാൻ വൈകിയതെന്നുള്ളത് മാത്രമാണ് സംശയം. കാരണം എവിടെ എന്ത് സംഭവിച്ചാലും, നാട്ടിൽ ആർക്കെങ്കിലും ജലദോഷപ്പനി വന്നാൽ പോലും അതിൽ വർഗീയത കാണുന്ന ഒരാളാണ് വിജയരാഘവൻ. ആ വിജയരാഘവൻ രാഘവൻ പറഞ്ഞത് എന്താണ്? വർഗീയത രാഗിമിനിക്കിയ വിജയമെന്ന്. കേരളത്തിലെ മനുഷ്യർ 46% മനുഷ്യർ UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ മനുഷ്യർ മുഴുവൻ വർഗീയവാദികളാണെങ്കിൽ പാർട്ടി കോട്ടയിൽ കുഞ്ഞികൃഷ്ണന് വോട്ട് ചെയ്ത, അല്ലെങ്കിൽ TK ഗോവിന്ദന് വോട്ട് ചെയ്ത തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും അമ്പലപ്പുഴയിലെയും പാർട്ടി സഖാക്കന്മാർ വർഗീയവാദികളായിരുന്നെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ പഠിപ്പിച്ചു കൊടുത്തത് വർഗീയവാദത്തിന്റെ പാഠങ്ങളായിരുന്നോ? നിങ്ങൾ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ തൊട്ട് താഴേക്കുള്ള CPM-ന്റെ നേതൃനിരയിലുള്ളവർക്ക് ഈ തേങ്ങ തലയിൽ വീണിട്ടുള്ള അവസ്ഥയാണ്. അടപടലം തോറ്റതിന്റെ ആ സ്ഥല ജല വിഭ്രമം കൊണ്ട് എന്താ പറയുന്നുള്ള പോലും തിരിച്ചറിവില്ല. PS അച്യുതാനന്ദന്റെ മകൻ പാർട്ടിക്കെതിരെ സംസാരിച്ചിരിക്കുന്നു. EP ജയരാജന്റെ മകൻ, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ എന്ന് വേണ്ട പോരാളി ഷാജി വരെ ഇപ്പോഴാണ് പോരാളിയായിട്ട് മാറുന്ന രീതിയിലേക്ക് പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഇപ്പോഴും നിങ്ങൾ വോട്ട് ചെയ്തവർ അരാഷ്ട്രീയവാദികളാണെന്നുള്ള M. സ്വരാജിന്റെ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഒരു കാര്യം പറയാം, നിങ്ങൾ കൃത്യമായി ക്ഷേമം കൊടുത്തിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ നിങ്ങൾക്ക് വോട്ട് ചെയ്യണമായിരുന്നല്ലോ. മനുഷ്യരുടെ അന്തസ്സിന് വില കൊടുക്കാത്തതിന്റെ പേരിലാണ് നിങ്ങൾ പരാജയപ്പെട്ടതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇവിടെ നിഷ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ വിരുദ്ധത വലിയ രീതിയിൽ ആഞ്ഞടിച്ചിട്ടുണ്ട് തരംഗമായിട്ട്. ഇവർ 75 സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിച്ചു. CPM-ഉം LDF-ഉം എല്ലാ കാലത്തും UDF-നെ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് എന്താ? നിങ്ങൾ MLA-മാരെ മാറ്റുന്നില്ലല്ലോ, പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നില്ലല്ലോ. എന്നിട്ട് ഇവർ മൂന്നാമത്തെ ഒരു ഊഴത്തിന് വേണ്ടിയിട്ട് 75 പേരെ തുടർന്ന് മത്സരിപ്പിക്കുന്നു. CPM തന്നെ 56 പേരെ മത്സരിപ്പിച്ചു. അതിൽ 30 എണ്ണം തോറ്റു, 13 മന്ത്രിമാർ തോറ്റു, അടപടലം തോറ്റു. ഇവർ അന്ന് വരെ ചില മാധ്യമ സഖാക്കന്മാരെ വിലക്കെടുത്തുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ഒരു മണിക്കൂർ ചർച്ചയിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയോ? സർക്കാർ വിരുദ്ധത ചെറുതായിട്ടെങ്കിലും ഉണ്ടെങ്കിലും MLA-മാരുടെ വിരുദ്ധത ഇല്ല, അതുകൊണ്ട് ഒരു 76-80 സീറ്റിൽ LDF തുടർഭരണം കിട്ടും എന്നാണ് എന്റെ വിശ്വാസം എന്നാണ്. അങ്ങനെ പറഞ്ഞ ആളുകളെ ഒന്നും ഇപ്പൊ നമ്മൾ കാണുന്നില്ല. അടപടലം തോറ്റ് പരിപാടി തീർന്നിരിക്കുക. ഇപ്പൊ ന്യായീകരിക്കാൻ പോലും ഒരു വാക്കില്ലാതെ തേങ്ങ തലയിൽ വീണ അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളോട് നിങ്ങൾ തോക്കാൻ കാരണം നിങ്ങളുടെ ഈ ന്യായീകരണം കൊണ്ടുകൂടിയാണ്. സർക്കാർ വിരുദ്ധതയുണ്ടായിരുന്നു, പിണറായി വിരുദ്ധതയുണ്ടായിരുന്നു, CPM വിരുദ്ധതയുണ്ടായിരുന്നു, ഒടക്കത്തെ അഴിമതി ഉണ്ടായിരുന്നു, കൊള്ളയുണ്ടായിരുന്നു, ധാർഷ്ട്യമുണ്ടായിരുന്നു. അതിനേക്കാൾ അപ്പുറം ഈ മനുഷ്യന്റെ അന്തസ്സിന് വില കൊടുക്കാത്ത, സാമാന്യ ബോധത്തിന് പോലും വില കൊടുക്കാത്ത രീതിയിലുള്ള വൃത്തികെട്ട ന്യായീകരണമാണ് CPM-നെ LDF-നെ ഇതുപോലെ തകർച്ചയിലേക്ക് വിട്ടത്. ഞങ്ങളുടെ അധ്വാനം, ഞങ്ങളുടെ കഷ്ടപ്പാട്, ഞങ്ങളുടെ പ്രയാസം, പോരാട്ടം, അതിനേക്കാൾ അപ്പുറം നിങ്ങളാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ സംഭാവന നൽകിയതെന്നുള്ള തിരിച്ചറിവ് ഇനിയും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് തിരുത്തിയാലും, നിങ്ങൾ എവിടേക്ക് ഇറങ്ങിയാലും ഒരു കാര്യമില്ല, കുറെ അക്രമം നടത്താമെന്നല്ലാതെ. ഈ രണ്ടാമത്തെ, സുരേഷ് കുമാറിന് ആർജവമുണ്ടെങ്കിൽ, നരേന്ദ്രമോദിക്ക്
നിർത്ത്. താങ്കൾ പ്രിയങ്ക ഗാന്ധി നരേന്ദ്രമോദിക്ക് കപ്പം കൊടുത്തതിന്റെ തെളിവുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൻ കമ്പനിയിൽ കിട്ടിയല്ലോ. ഏത് സ്ഥാപനത്തിനും ചീത്തപ്പേരുണ്ടാക്കാൻ കച്ചകെട്ടി നടക്കുന്ന ചില ചെറ്റകളുണ്ടാവും. ഇവിടെയുണ്ട്. അതാ ഈ അവതാരം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.